പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കേരളത്തിൻ്റെ മലയോര മേഖലയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ പൂക്കോട്ടുംപാടത്താണ്. സെറ്റല്ലേ? അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 6 ആൾക്കാരാണ്. നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നിങ്ങനെ ഇതാക്കണം. നമ്മളെ പൊറാട്ടയും ബീഫും ചിക്കനും എല്ലാം ഉണ്ട്. വായൻ്റെലുണ്ട്. ഫുള്ള് നാച്ചുറൽ സെറ്റപ്പിന് പോവാണ്. നമ്മളെ ക്യാമറാമാൻ ഇവിടെ നമ്മളെ മുത്തുമണി ഉണ്ട്, നസീം ബർമ. ഓക്കെ, അപ്പം നമ്മൾ നേരെ പോവാണ്. സെറ്റല്ലേ? അപ്പോ ആനുണ്ടെങ്കിൽ ആനക്ക് പൊറാട്ട ഇട്ട് കൊടുക്കുക. ആനയാണ് വരുന്നത്. നമുക്ക് പോയി നോക്കാം. ആനയുടെ എന്റെ വാപ്പല്ലോ കയറില്ലേ. പിന്നെ ഒന്നും ചെയ്യാല്ല. മേക്കാണ് വീഡിയോ കട്ടില്ലടാ, കട്ടില്ലാതെ പോണത്. വജ്ജ അതിലല്ലേ പോവാ, വജ്ജ് ഇതിലേ പോവാ. എനക്കൊരു ഐഡിയ ഇല്ല, മനസ്സിലാക്കി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞതാ വജ്ജ് എനിക്കറിയാം. ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വാ. ആ ചെങ്ങായിക്ക് ഒരു ഐഡിയ ഇല്ല. അതിലൊന്നും അനക്കൊരു ഞാക്കില്ല. ഇങ്ങോട്ട് വാ. അയച്ചറിയാം, മനസ്സിലായി. ആ എന്നാ വന്നോ വന്നോ വന്നോ. ഓക്കെ, കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. അടിക്ക് 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 അടിക്കല്ലേ, മേലക്കല്ലേ. കോഴി പോണല്ലോ. നോക്കി ബ്ലോഗ് മറ്റെടുക്ക്. ഏത് അല്ല, റീൽസ് 0 ആനപ്പുണ്ടി നോക്കി. കമോൺ കമോൺ. അപ്പളേ ഇതിലൊക്കെ ആനപ്പുണ്ടി ഉണ്ട് കേട്ടോ. ഇത് ആനപ്പാപ്പാന്റെ പടിയടാ. പോണോ? പേടിയാവുന്നു. അയ്യോ, അയ്യോ പേടിച്ചു. അല്ല, സത്യത്തിൽ ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ആനന്റെ താറവാ. ഇത് പെട്ടതാ ഈ ചാർക്കിന്. മിണ്ടലി 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 ഒന്നുമില്ല. വരി. കാട്ടിലൂടെയുള്ള ഞങ്ങളുടെ വാസം. പിന്നെ ആരും നേരെ ഓടരുത്, വളഞ്ഞു പുളിഞ്ഞു ഓടുക. ആനുണ്ടെങ്കി പോ. ഇറങ്ങണോ? ഏപ്രിൽ 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അതായത് 14 ദിവസത്തെ യാത്രയാണ്. ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 20 വരെ. ആഗ്രയും ഡൽഹിയും കശ്മീരുമാണ്. കശ്മീരിൽ അടിപൊളിയുള്ള തുലിപ്പ് സീസണിൻ്റെ ടൈമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ സ്നോ കിട്ടും. സ്നോഫോൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇപ്പം നിലവിൽ വീണ് കിടക്കുന്ന മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരിക്കും. ഒപ്പം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് സീസണൊക്കെ കാണാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആയിരിക്കും. ടിക്കറ്റുകളുണ്ട് നിലവിൽ ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 20 വരെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ നിന്നുള്ള ട്രെയിൻ ടിക്കറ്റുകൾ നിലവിൽ അവൈലബിൾ ആണ്.
ഇതൊക്കെ ഇപ്പത്താണ്. ഈ ജിനുവിന്റെ തലക്ക് കൊടുക്കണം. പിന്നെ ആന പിന്നെ ഇതൊക്കെ പൊട്ടിച്ചിട്ട പിന്നെ ആരാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആന ഫ്രൈ ചെയ്യാം. പേടിയുണ്ടല്ലോ എല്ലാവർക്കും. ജിനു എവിടെയെങ്കിലും കുറച്ചുണ്ടാവും. പിന്നെ നോക്കി കളിക്കലിടോ കാലത്തിൽ വരും. പുലിക്കുള്ള ബീഫ് ഇവിടെ ഉണ്ട്. ഡേഞ്ചർ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ കാട്. കാട്ടിലൂടെ ഞങ്ങൾ വരുന്നത്. നല്ല പേടിയുണ്ട് സത്യത്തില്. പക്ഷെ ഈ സ്ഥലം നമ്മൾ എത്ര ഡേഞ്ചറിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ സ്ഥലം കണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുക. ഇതുണ്ട് ഫാരിസ്, ഇന്ത്യൻ പ്ലെയർ ഫാരിസ് എഴുതി വെച്ചിട്ടുണ്ട്. എടാ ആനുണ്ട് സത്യത്തില്. അന്നങ്ങൾക്ക് അറിയില്ല. അന്നങ്ങൾക്ക് അറിയില്ല. പിന്നെ ഇന്ന് മീഡിയയില് നമ്മളാ അങ്ങോട്ട് പോ. എന്താ നിക്കണി? പേടിണ്ടോ? എന്നാ പോ. ഇനി എന്താ വെച്ചാൽ അത് തൂറുമ്പോ പാത്രം പേടിയാണ്. അത് ഓണാണ്. കുഞ്ഞാവേ ഒന്ന് കട്ടി അയോ. സബീൽ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അയോ അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയയുടെ സാധനങ്ങൾ നോക്കിങ്ങള്. കിഡ്ലൻ ആംബിയൻസ് അല്ലേ? ഫുൾ നാച്ചുറൽ ബാത്ത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ വാങ്ങിയ വായിൻ്റെ ഇല ഇവിടെ ഫറാൻ ഫുള്ള് വൃത്തിയാക്കി. ഫറാൻ മെയിൻ ഇത് ഫുള്ള് ഇവിടെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം ഇവിടെ ഉണ്ട്. ഇവിടെ നാച്ചുറൽ ബാത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. താഴെ പോയാൽ കിട്ടും അങ്ങനത്തെ മസാജ്. കുഞ്ഞാവേ ഇതൊരു പ്രൊഫഷനാക്കി എടുത്തോ. ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിലെങ്ങനെ കൊണ്ടുപോകണം? മാറിക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ഏഴുമല പൂഞ്ചോല എന്നാവിളിക്കും മധുമാല. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് സംഭവം കളിയാക്കി കാണരുത്. സംഭവം നല്ല ഡേഞ്ചർ ഏരിയ ആണ്. ഇപ്പൊ കണ്ട ആ ഏരിയ ഉണ്ടല്ലോ, അതായത് നല്ല ഡേഞ്ചർ ഏരിയ ആണ്. അതായത് നമ്മളെ മുന്നേ നമ്മളെ വീഡിയോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്. കുറെ കാലം മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഏരിയകളിലേക്ക്, കണ്ടിട്ടുണ്ടാവും. സംഭവം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കിഡ്ലൻ പീസ്ഫുൾ ഏരിയ. ഓക്കെ മക്കളെ കിഡ്ലൻ ആട്ടോ. പക്ഷെ ആനുണ്ട്, അതാണ് വലിയൊരു ഡേഞ്ചർ വശം. നമ്മളെ പാത്രം കാര്യങ്ങൾ കഴിഞ്ഞു. അങ്ങനെ സബീൽ കുളിക്കാൻ പോയി. സബീലല്ല അതല്ലേ ചാടാണ് പറഞ്ഞ ചാടും. നല്ല തണുപ്പ് സുഹൃത്തുക്കളെ.
നോക്കിട്ടോ കൂട്ടത്തിൽ പൊറോട്ട എന്താണ് എഡിറ്റേഴ്സ് ഞങ്ങൾ ഒരു വില കൽപ്പിക്കാത്തത്? അയ്യോ ഫുള്ളിട്ടോ ഫുള്ളിട്ടോ. एक मेरा दो मेरा एक तेरा दो तेरा दो तेरा तीन मेरा एक मेरा तीन तेरा ഒന്നുകൂടി ഇതോടെ കൊട്ടികളാ അന്റെ പേന്റ് എവിടെ? പേന്റ് ഇതെന്താണ്? അതെന്താ പാർട്സ്? പാർട്സ് എനിക്ക് ഇഷ്ടമല്ല, അങ്ങോട്ട് കൊടുക്കും. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള വാഗ അട്ടാരി ബോർഡർ കാണാൻ വേണ്ടിയിട്ട് പോയാൽ നമുക്ക് പഞ്ചാബിലെ അമൃത്സറിലാണ്. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. കേരളം നിന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ താഴെ കൊടുത്ത ഡേറ്റുകളിൽ നമ്മൾ പോകുന്നുണ്ട്. പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ, ജാലിയൻ വാലാബാഗ്, അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള വാഗ അട്ടാരി ബോർഡറും, പിന്നെ ഡൽഹിയിൽ കുത്തുബ് സെൻട്രൽ സെക്രട്ടറി, ഇന്ത്യ ഗേറ്റ്, ലോട്ടസ് ടെമ്പിൾ, ഹ്യൂമൻസ് ടെമ്പിൾ, സഫ്ദർജംഗ്, എല്ലാ സ്ഥലങ്ങളും, പിന്നെ ആഗ്രയിൽ താജ്മഹൽ, ആഗ്ര ഫോർട്ട്. അങ്ങനെ ടോട്ടൽ 12 ദിവസത്തെ ഇവന്റാണ് ആഗ്രയും ഡൽഹിയും പഞ്ചാബും. അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഒളിച്ച് കഴിഞ്ഞിട്ട് അതല്ല ഇതിന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണം പറഞ്ഞാൽ വേറെ കോമഡി ഞാൻ എങ്ങനെയുണ്ട്? അടിപൊളി. വെറുതെ ഇട്ടല്ല, നല്ല രസം. ചാടി 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 ചാടി. ഞാൻ വാങ്ങിയാണ്. അപ്പൊ നമ്മൾ ഇനി ഇതിട്ട് പോണില്ല. പ്രകൃതി വിരുദ്ധരല്ല നമ്മൾ. ഇതൊക്കെ നമ്മൾ കവറില് എല്ലാം കവറിലിടാം. സുഹൃത്തുക്കളെ, നമ്മളിത് ഫുള്ള് വൃത്തിയാക്കി സെറ്റല്ലേ? എത്രടാ? അല്ല ഇതിന് എങ്ങനെ പറഞ്ഞോ പറഞ്ഞ ഇതുവരെ ചെയ്തില്ല ഏറ്റവും നല്ല കണ്ടന്റ്. അത്
അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വണ്ടിയിൽ പോവാണ്. ഓക്കെ, സംഭവം നേക്കണം. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മലയോര മേഖലയായിട്ടുള്ള നമ്മളെ നാട്ടിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി പോവാണ്. വീഡിയോ തോടെ ഭയങ്കര ഭയാനകരമായ ഒരു യാത്രയാണ്. ഞങ്ങൾ ആണ് മാറിപ്പോയി. ഞങ്ങളെ കിങ്ങിണി പൂച്ചയിലൂടെ ഒരു യാത്ര. കിങ്ങിണി ആ പാമ്പിനെ കണ്ട അടിക്കാലെ വടിയാണ് കയ്യിലുള്ളത്. ഇതൊക്കെ ആനന്റെ ചൂരുണ്ട് കേട്ടോ. ആനപ്പിണ്ടി, പൂച്ച കാഷ്ടം, എലിഫന്റ് ചാണകം. ഞാൻ എല്ലാം പറഞ്ഞിട്ടാ. ഞങ്ങൾക്ക് ഇങ്ങനെ ரொம்ப പയക്കമാ. വെളിയിൽ നിന്ന് ആരും വരില്ല, നമ്മ മാത്ര. നമ്മ കാറ് കാണുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുളി കഴിഞ്ഞു, നമ്മൾ വണ്ടിയിലെത്തി. ഓക്കെ, സേഫ് ആണോ? നമ്മളെ പ്രാർത്ഥന എല്ലാവർക്കും അടിപൊളി ഉൾപ്പെടുത്തി നന്ദി. இங்க நாங்க ரொம்ப நாளாയി வரணும்னு யோசிச்சிருக்கானா இப்பதான் நடந்த. நாங்க அடுத்த லொகேஷன் வீണ്ടുம் பார்க்கலாம். அதுவரைக்கும் நன்றி, வணக்கம். சப்ஸ்கிரைப் பண்ண நிமிஷத்துக்கு எல்லாருக்கும் நன்றி நன்றி நன்றி. பார்க்கலாம். ഇത് പഠിച്ചു കഴിക്കാം. ക്യാമറ വായിക്കാൻ വന്നു. വായിക്കണ്ട. ഹായ് 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 ഹായ്. മലയോര കാഴ്ചകൾ കണ്ടു കുടിക്കാം. മലയോര കാഴ്ചകൾ കണ്ടു കുടിക്കാം. ഇപ്പം നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കുടിക്കാം. ആരും അവനാന്റെ സീറ്റിലേക്ക് ഇരിക്കുക. എല്ലാരും ബാങ്ക് വെങ്കായം. എനിക്കല്ല, ഇവർക്കാണ്. ഇതില് കൊറേ ഉണ്ടാവും. കൊറേ കൊള്ളതില്ലല്ലേ?
ഞാൻ ചുടുത്തില്ല, ഞാനോട് എന്താ പറയാ കൊള്ളൂല പറഞ്ഞല്ലോ. എനിക്ക് ഫ്രഷ് അടിച്ചോളെ. പറഞ്ഞ പോലെ ചെക്കൻ അവിടെ നിന്ന് വില വിളിച്ചിട്ടുണ്ട് കരിമ്പ് പറഞ്ഞാണ്ട്. എന്താ പറ ഭയങ്കരമായ രുചികരം കരിമ്പ് ജ്യൂസ്. സ്നേഹം തന്ന സ്നേഹത്തിന് നന്ദി, നമസ്കാരം. ഒരു ഗ്ലാസ് ഫുള്ള് തന്നിട്ട് പിന്നെ തരുന്നതാ. ഇതാണ് മലപ്പുറംകാരുടെ സ്നേഹം. നിങ്ങൾ കാണാതെ അല്ലേ? ആറ് പൈനാപ്പിള്, 3 പൈനാപ്പിള്, ഒരു ഇത് 10 രണ്ടോ എന്റെ 2 അപ്പൊ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ചിൽ ടോട്ടൽ 35ഓളം ആളുകളുണ്ട്, കുട്ടികളെയും കൂട്ടിയിട്ട്. അപ്പോൾ അതിൽ കൊല്ലത്തുനിന്ന് 2 ഫാമിലികളുണ്ട്. അനിലേട്ടന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളെ ജോസഫ് ഏട്ടന്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ? യാത്രയും കാര്യം എന്ന് പറയുമ്പം നമ്മൾ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ല. എന്നാലും ഇത് ചെയ്യാതിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായതിന് എന്നുള്ളൊരു തോന്നലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സ്വർഗം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പം ഒരുപാട് ആസ്വദിച്ച് അത് മാത്രമല്ല, നമുക്ക് ഇത് ഈ സ്വർഗം എന്ന് പറയുന്നത് ഈ കാശ്മീർ നമ്മൾ സ്വർഗമാണെന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് അനുഭവിക്കുന്ന ആദ്യമായിട്ടാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞാൽ അത് ഒരു യാത്രയൊക്കെ കൂടുതൽ ചെയ്യാത്തവർക്കൊക്കെ ഈ ഒരു അനുഗ്രഹമാണ് ഈ ഗ്രൂപ്പ്. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മളത് അനുഭവിച്ചറിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുഡ് എങ്ങനെയാണ്, അതിൻ്റെ ആഹാരമൊക്കെ നമുക്ക് സൂട്ടബിൾ ആവുമോ എന്നുള്ള ഒരു സംശയം എപ്പോഴും കാണും. പക്ഷേ ആ സംശയത്തോടെ തന്നെയാണ് വന്നത്. റൂം എങ്ങനെയായിരിക്കും, ഇവർ നമുക്ക് എങ്ങനെ നമ്മളെ കെയർ ചെയ്യുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അടിപൊളിയായിട്ട് ഞങ്ങളെ കൂടെ നടന്ന് ഞങ്ങളെ ഓരോ കാര്യങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് എന്ത് കുറവുകളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ ഇടങ്ങളും, അത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ കേട്ടില്ലാത്ത കാര്യങ്ങൾ ഓരോന്നും വിശദീകരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളെയും ഡൽഹിയിലായിരുന്നാലും ആഗ്ര ആയിരുന്നാലും ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചറിയുകയും അതുപോലെ കാശ്മീരിലെ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചറിയുകയും ഓരോ എല്ലാ കാര്യങ്ങളും കൂടെ നമ്മുടെ കൂടെ നിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതിയിൽ എല്ലാ രീതിയിലും കൂടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ആഹാരത്തിൻ്റെ കാര്യം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുപോലെ അടിപൊളിയായിരുന്നു, റൂമും കാര്യങ്ങളും ആഹാരവും എല്ലാം. പക്ഷേ അത് വലിയൊരു അനുഗ്രഹമായി. പറയൂ, 2 വാക്ക് പറയൂ. പറ, അതിൻ്റെ അനുഭവം പറ. അടിപൊളിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻജോയ് ചെയ്തതാണ്. മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത്. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ആദ്യം ബുക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അവസരം ഉണ്ടാവുക. കാരണം ട്രെയിൻ ടിക്കറ്റുകൾ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ ഇനി വരും മാസങ്ങളിലേക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഡേറ്റുകളിലേക്കാണ് ഇനി ആളുകൾ ഈ ഒരു ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. കളി ഇറക്കണ്ട്, എല്ലാരും പോകാൻ. നാളെ കളി അല്ല, ഇവിടെ കളിയുണ്ട്. ഇവിടെ കളിണ്ടോ?